ഏഷ്യാകപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഭാരതം ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ന് ജയിച്ചാൽ ഫൈനൽ ഉറപ്പിക്കാം. പാകിസ്ഥാനെതിരെ ഇരട്ട വിജയങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ഭാരതം ഇന്നിറങ്ങുന്നത്. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഏഷ്യാകപ്പിലെ സൂപ്പർ ഫോറിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങുകയാണ്. ബംഗ്ലാദേശാണ് എതിരാളികൾ. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ UAE സമയം വൈകിട്ട് 6:30, അതായത് ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. കഴിഞ്ഞ ഈ ടൂർണമെൻറ്റിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച് ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ ഇന്നിറങ്ങുന്നത്. ഇന്ന് ജയിക്കുന്ന ടീമിന് ഫൈനലിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കും. ഇന്ന് തോക്കുകയാണെങ്കിൽ അവസാനം നടക്കുന്ന മത്സരം വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശ് അത്ര വലിയ എതിരാളികളൊന്നുമല്ല. കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനെ തകർത്തെറിയുന്നത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ കളിക്കളത്തിലിറങ്ങുക. കഴിഞ്ഞ കളിയിൽ പാകിസ്ഥാനെ തകർത്തെറിയുന്ന ബാറ്റിംഗ് പ്രകടനമാണ് ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും കാഴ്ചവെച്ചത്. ഇതിൻ്റെയൊക്കെ ആത്മവിശ്വാസത്തിലായിരിക്കും ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടാൻ ഒരുങ്ങുന്നത്. കനത്ത സുരക്ഷയിലാണ് ദുബായിൽ മത്സരം നടക്കുന്നത്. കാണികളെ UAE സമയം വൈകിട്ട് 3 മണിയോടെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും. കനത്ത സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കുക. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് സഞ്ജുവിൻ്റെ മറ്റൊരു മികച്ച പ്രകടനം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ സഞ്ജു പാകിസ്ഥാനെതിരെ നിറം മങ്ങിയിരുന്നു. എന്നാൽ അതിന് മുന്നേയുള്ള കളിയിൽ ഒമാനെതിരെ സഞ്ജുവാണ് മാൻ ഓഫ് ദ മാച്ച്. അത്തരത്തിലുള്ള ഒരു പ്രകടനം സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് UAEയിൽ പ്രവൃത്തി ദിവസമാണെങ്കിലും കാണികൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കളികളിൽ കണ്ടതാണ്. ഇന്ത്യയുടെ കളികൾ മാത്രമുള്ളപ്പോഴാണ് ഗാലറി നിറയാറുള്ളത്. ഭൂരിഭാഗം ഇന്ത്യൻ ആരാധകരാണ് കളി കാണാനെത്തുന്നത്. ഏതായാലും ബംഗ്ലാദേശിനെതിരെ മികച്ച വിജയം നേടി ഫൈനലിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.